അമ്മ എന്ന് പറയുമ്പോൾ പോരാളി എന്നാണ് സോഷ്യൽ മീഡിയ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമൊക്കെ പറയുന്നത്. യഥാർത്ഥ പോരാളിയായ ഒരു അമ്മയെ നമ്മൾ കാണുകയാണ്. അതായത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് മറച്ചു പിടിക്കുന്ന അമ്മമാരെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ മകന്റെ പോക്ക് ശരിയല്ല, മകൻ ലഹരിക്കടിമയാണ്, അല്ലെങ്കിൽ മകൻ ഇങ്ങനെ പോയാൽ ഞങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഈ മകൻ സമൂഹത്തിന് തന്നെ ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അമ്മ പോലീസിൽ മകനെതിരെ പരാതി നൽകുകയാണ്, അല്ലെങ്കിൽ മകനെ പോലീസ് തന്നെ പിടിച്ചു നൽകുകയാണ്. എങ്ങനെയാണ് നമ്മൾ പല അമ്മമാർക്ക്, ഇപ്പൊ അഫാന്റെ അമ്മ ഷെമിക്കുൾപ്പെടെ ഈ അമ്മ ഒരു മാതൃകയല്ലേ? അത് ഞാൻ അതിന് ഇപ്പം നമ്മുടെ ലഹരി ഉപയോഗം എല്ലായിടത്തും വ്യാപകമാണെന്ന് അറിയാം. അതിനെ ഞാൻ വേറൊരു രീതിയിലാണ് കാണുന്നത്. കാരണം കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഒരു കാരണം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് അസ്വസ്ഥരാണ്. നിങ്ങൾ അസ്വസ്ഥരാണ്. അതായത് എനിക്ക് തോന്നുന്നില്ല ഭൂമിയിൽ ഇത്രയും അസ്വസ്ഥരായിട്ടുള്ള സ്ത്രീകൾ വേറെ ഉണ്ടാവുന്നു. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയ്ക്കത്തെ ജീവിതത്തെ പിടിച്ചു നിർത്തിയും വേണം, എന്നാൽ അതിനകത്ത് നിൽക്കാനും പറ്റാത്ത രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അത് പണ്ടുതൊട്ടേ നേരിടുന്നത്. നമ്മൾ എക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥ എന്ത് തന്നെ മാറിയാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും. അത് ലോകത്ത് എവിടെയും. ഇനിയിപ്പോൾ നമ്മൾ യുദ്ധഭൂമിയിലേക്കൊക്കെ നോക്കുക, അവിടെ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ ഈ ആന്തരിക യുദ്ധമാണ് മുഴുവൻ അനുഭവിക്കുന്നത്, അതിസംഘടനത്തിലാണ്. അപ്പോൾ ആ അസ്വസ്ഥരാകുന്ന അമ്മമാരുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗിക്കുന്ന മക്കളുണ്ടാവും, അക്രമങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ടാവും. ഈ അമ്മ പിടിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ മകൻ, അയാൾ 15 വയസ്സിലാണ് അയാൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ 15 വയസ്സിൽ അയാൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ പശ്ചാത്തലം അന്വേഷിക്കേണ്ടി വരും. ആ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അമ്മ അന്ന് അസ്വസ്ഥയായിരുന്നു അല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. നമ്മളിപ്പോൾ ഈ അമ്മയെ അതിനെ മാതൃകവൽക്കരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നൊരു യഥാർത്ഥ വിഷയത്തെ നമ്മൾ കാണാതെ പോകുന്നതിൻ്റെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീ അസ്വസ്ഥമായി? ഇയാളുടെ അച്ഛനെവിടെ? അവരുടെ ദാമ്പത്യം എങ്ങനെയായിരുന്നു? ഇയാളെ ഈ അമ്മ ഈ മകനെയും മകളെയൊക്കെ വളർത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഇതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അപ്പോൾ 15 വയസ്സിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച ഈ വ്യക്തി ക്രമാനുഗതമായിട്ട് പിന്നീട് പോക്സോ കേസിലകപ്പെടുന്നു. അതിനുശേഷം ജയിലിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു സമചിത്തത അല്ലെങ്കിൽ ഒരു ബോധമോ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയൊക്കെ നശിക്കുന്നത് 15 വയസ്സ് നശിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അയാൾ മയക്കുമരുന്നിന് അടിമയാണ്. അയാൾ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അയാൾ ചിലപ്പോൾ കൊന്നൊന്നും ഇരിക്കും സാധനം. മയക്കുമരുന്നിന് അയാൾക്ക് കാശ് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം. അപ്പോൾ ഇവിടെ നമ്മളത് അന്വേഷിക്കേണ്ടത് ഈ ഒരു അമ്മയുടെ മാതൃകയായിട്ട് ഈ സ്ത്രീയെ നമ്മൾ ഉയർത്തി കാട്ടുന്നതിന് ഉപരിയായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഇത്രയധികം അസ്വസ്ഥമാകുന്നത്? കാരണം കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഈ സ്ത്രീകളുടെ പുറകിലേക്ക് വരികയും ചെയ്യും. നമ്മളറിയാം ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനമാണ് കേരളം. പല വീടുകളിലും വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ കുടുംബനാഥന്മാർ വന്ന് കയറുന്നത് എത്ര കാലിലാണെന്നുള്ളത് പലർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കണം. കഴിഞ്ഞ ബജറ്റ് വന്ന സമയത്ത് ഒരു കുടുംബശ്രീയിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്ന സമയത്ത് 4 പേരുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തലേന്ന് ദിവസം നമ്മുടെ കേരള ബജറ്റിൻ്റെ ഈ ബജറ്റിൻ്റെ തൊട്ട് മുമ്പത്തുള്ള ബജറ്റിൻ്റെ ബജറ്റിൻ്റെ സമയത്ത് തലേന്ന് ഈ ബജറ്റ് പ്രഖ്യാപനം വന്നു. അതിൻ്റെ എല്ലാവിധ അനാലിസിസും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു, രാവിലെ പത്രങ്ങളിലും വന്നു. അതിനുശേഷമാണ് എൻ്റെ വീട്ടിലൊരു വേസ്റ്റ് കളക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ ശരിക്ക് ഈ കേരള മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ശപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മദ്യത്തിൻ്റെ വില കൂട്ടി. മറ്റേതൊരു പറഞ്ഞത് ഈ ശനിയാഴ്ച അവരുടെ ഭർത്താവ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അയാൾക്ക് ലക്കില്ലാതെ കൊണ്ടിടുന്ന വസ്ത്രത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഉടുപ്പിൻ്റെയോ പാൻസിൻ്റെയോ പോക്കറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ചില്ലറ കാണും. ഇനി അതും കൂടെ കാണില്ല. കാരണം അതിൻ്റെ ഒരു ആഘാതമേക്കുന്നത് വീടുകളിലാണ് ഏൽക്കുന്നത്. അവരുടെ മക്കൾ 2 പേരും കോളേജിൽ പഠിക്കുന്നു. അവർക്ക് വീട്ടിലെ ചെലവ് നടത്തണം, അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കാശ് വേണം. അപ്പം അവരനുഭവിക്കുന്ന ഒരു സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഒരു ഞെരുക്കവും സംഘർഷവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഈ രീതിയിൽ
പല തലങ്ങളിൽ ഈ കേരളത്തിലെ സ്ത്രീകൾ, അതായത് ഏറ്റവും താഴേക്കിടയിൽ പിന്നെ സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരാണെങ്കിലും, ഉന്നതമായ സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിലും, ഇടത്തരം സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ ഈ സ്ത്രീകൾ കേരളത്തിൽ എന്താ പറയുക, ഭീകരമായ രീതിയിൽ അസ്വസ്ഥമായിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം അസ്വസ്ഥതയാണ് ഈ പറഞ്ഞതുപോലെ, കാരണം ഒരു 10, 15, 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് ഒരു അടുത്ത തലമുറ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള വ്യത്യാസം ഇപ്പം നമുക്ക് കാണുന്നില്ല ലഹരി ഉപയോഗത്തിൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ആ കൊല്ലം അഞ്ചാലമ്പുഴ സ്വദേശിയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഉള്ള ഒരു യുവതിയെ അവരുടെ ജനനേന്ദ്രിയത്തിൽ ഇത് ഒളിപ്പിച്ചു MDMA കൊണ്ടുവന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെയും ഏതെങ്കിലും ഈ മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട ആണുങ്ങൾ ഉപയോഗിച്ചതായിരിക്കും. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ജയിലുകളിലേക്ക് പോയി നോക്കുക, വനിതാ ജയിലുകളിലേക്ക് ദിവസം പ്രതി ഈ വനിതാ കുറ്റവാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വനിതകളെ ഇന്ന് അതിവ്യാപകമായ രീതിയിൽ ഈ മയക്കുമരുന്ന് കടത്തിനും മറ്റതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ സ്ത്രീകൾ ഒരു ഭാഗത്ത് വല്ലാതെ വിനിയോഗിക്കപ്പെടുകയും പല കുറ്റകൃത്യങ്ങളിലേക്കും അല്ലാതെയും ഒക്കെ വിനിയോഗിക്കപ്പെടുകയും ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ അവരുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത ഉദ്യോഗം വഹിക്കുന്ന സ്ത്രീകൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകൾ വരെ അത്ര ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും മാറുന്ന ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തയും എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് എങ്ങനെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയക്കുഴപ്പവും വ്യക്തതയില്ലായ്മയുമാണ് ഈ ആന്തരിക സംഘർഷത്തിലേക്ക്, ആന്തരിക സംഘടനത്തിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പം അത്തരം ഒരു കേരളത്തിലെ സ്ത്രീകളുടെ ആ സംഘർഷം അനുഭവിക്കുന്ന, സംഘടന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന മകനെ പോലീസിന് പിടിച്ചുകൊടുത്ത അമ്മയെ കാണുന്നത്. ഒരമ്മയും യഥാർത്ഥത്തിൽ സന്തോഷത്തോടു കൂടി തൻ്റെ മകനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുമെന്ന് കരുതാൻ പറ്റില്ല. പക്ഷേ അവരുടെ മകളുടെ കുട്ടിയെയും അവരുടെ മുത്തശ്ശിയെയും ഉൾപ്പെടെ ഒക്കെ കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണി അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ദിവസം തോറും മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകൾ ഈ ഇത്തരത്തിലുള്ള ബന്ധുക്കളെയും, ഇപ്പോൾ അഫാൻ്റെ സംഭവം തന്നെ, ഏറ്റവും സഹോദരനെയും അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെയാണ് കൊല്ലാൻ ശ്രമിച്ചതും കൊന്നതുമൊക്കെ. അപ്പം ഇത്തരം വാർത്തകൾ അവർ കണ്ടിട്ട് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും സംഭവങ്ങളും അവരിൽ ഭീതി ജനിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഭീതി യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ മാത്രം ഭീതിയല്ല, കേരളത്തിലെ പല വീടുകളിലും, കാരണം ഇത്രയും അധികം വ്യാപകമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളും യുവാക്കളും ആൾക്കാരും ഉണ്ടെങ്കിൽ, മദ്യം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഭീതിയും താൻ എപ്പോഴെങ്കിലും താനും തൻ്റെ വീട്ടിലുള്ളവരും കൊല ചെയ്യപ്പെടാം എന്നുള്ളൊരു ഭീതി പോലും കേരളത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഇന്ന് വേട്ടയാടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാവുന്ന സാധനം. ഇപ്പൊ ഈ അമ്മ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് തൻ്റെ മകൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 15 വയസ്സിൽ സാർ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ മകനെ ഈ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണോ ഇത് പോലീസിനോട്, അപ്പൊ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മകനെ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമ്മൾ കണക്കാക്കാം. മകൻ അതിൽ നിന്ന് പിന്തിരിയണം എന്നതിനപ്പുറം തന്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് അമ്മയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ളവരുടെ ജീവൻ രക്ഷിക്കണം. അല്ല, അവരുടെ നമ്മളിരുന്ന് സംസാരിക്കുന്നത് പോലെ അവരുടെ മാനസികാവസ്ഥ നമ്മൾ വിലയിരുത്താൻ പറ്റില്ല. കാരണം അവരുടെ ഒരുപാട് മരവിപ്പുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും കടന്നുപോയ ഒരു സ്ത്രീയാണ്. കാര്യം, ഒരു മകനെന്ന നിലയിൽ ലാളിക്കാനോ സ്നേഹിക്കാനോ തിരിച്ച് അയാളുടെ ഭാഗത്ത് നിന്ന് അമ്മയെന്നുള്ള ബന്ധമോ ഒക്കെ വളരെ നേരത്തെ തന്നെ ഇല്ലാതായി കാണും. അപ്പം ഇന്നിപ്പോൾ ആ മകൻ ഭീതിയാണ്. അപ്പോൾ തൻ്റെ മകളെയും കുട്ടിയെയും മുത്തശ്ശിയെയും കൊല്ലുമോ എന്നുള്ള ഭീതി ഇത് മാധ്യമങ്ങളിൽ നിന്നും ആ സ്ത്രീയിലേക്ക് കടന്നിട്ടുണ്ട്, അഭാൻ്റെ ഒരു സംഭവത്തോടു കൂടി. അപ്പം മാധ്യമങ്ങളിലൂടെ ഈ വരുന്ന ഓരോ വാർത്തകളും കാണുന്നവരെയും കേൾക്കുന്നവരുടെയും ഒക്കെ അബോധ മനസ്സിലേക്ക് പോവുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു സ്വാധീനം കൂടിയാണ് ഈ കണ്ടത്. അപ്പം ഇത് ഇന്ന് കേരളത്തിലെ ഒരു മുഖ്യ വിഷയമാണ്. ഈ കേരളത്തിലെ വിഷയം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ സ്ത്രീകളുടെ അടുത്തേക്ക് വരുന്നു, സ്ത്രീകൾ അസ്വസ്ഥമായിരിക്കുന്നു. അത് തുടർന്നതിൻ്റെ ഒരു പ്രതിഫലനമാണിത്.